അതായത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നതല്ല ആത്മീയത. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണാനായിട്ട് ഒരു ജ്യോത്സ്യനെയോ ഒരു മന്ത്രവാദിയെയോ സമീപിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ഒരു മൂർത്തിയുടെ അടുത്ത് പോയിട്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് എങ്കിൽ, അതൊരിക്കലും ഒരു ആത്മീയമായ ഒരു ജീവിതം അല്ല. നമ്മളിപ്പോൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ അല്ലെങ്കിൽ ഭാരതീയ അതിൻ്റെ വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു 2, 3, 4 ഗുരുക്കന്മാരെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവരൊക്കെ ആക്ച്വലി നമ്മളടുത്ത് ആദ്യം അവർ നമ്മളെ സമീപിക്കുന്നത് ഏകദൈവം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നീട് അവരെ നമ്മളൊക്കെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അറിയാം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. അവരവിടെ രുദ്രപൂജ നടക്കണു, ഒരു രുദ്രാക്ഷം വിൽക്കണു, നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ആന്തരിക ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഗ്രഹദോഷം മാറാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നടത്തുന്നു. നിങ്ങൾ ദോഷപരിഹാരം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദോഷപരിഹാരം തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ആത്മീയ പാതയിലല്ല. അതിന് നിങ്ങൾക്ക് ഉപദേശം തരുന്നവരോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരോ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ആത്മീയ പ്രവർത്തകരല്ല. അവര് ഈ പറഞ്ഞതുപോലെ ഭക്തിയുടെയോ, കേവലമായിട്ടുള്ള ഭക്തിയുടെയോ, ഈ പറഞ്ഞ മതത്തിൻ്റെയോ കച്ചവടത്തിൻ്റെയോ ആളുകൾ മാത്രമാണ്. അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, മതങ്ങൾ ശരിയായ ആത്മീയത പ്രചരിപ്പിക്കുന്നില്ല എന്നങ്ങ് പറയുണ്ടായി. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഒരു ശരിയായ ആത്മീയത? ശരിയായ ആത്മീയ ജീവിതം നയിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ചോദിച്ചത്, അതായത് നമ്മുടെ തന്നെ പ്രഭാഷണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്പീച്ചിൽ നിന്നൊക്കെയാണ് ചോദിച്ചത്. മതങ്ങൾ ശരിയായ ആത്മീയത പ്രചരിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ് ശരിയായ ഒരു ആത്മീയത അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം? ശരിയായ ആത്മീയത എന്ത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ശരിയായ ഒരു ആത്മീയ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ശരിയായ ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ശരിയായ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴികളില്ല. അതായത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നതല്ല ആത്മീയത. അപ്പം ഇവിടെ ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇവര് ശരിക്ക് ആത്മീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇവർ കേവലം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു ലെവലിൽ നിന്നിട്ടാണ് പക്ഷെ ഇവർ പറയണതാണ് ശരിക്കും ഇവർ ജീവിക്കുന്നത് ആത്മീയ ജീവിതമാണെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആത്മീയ മാർഗത്തിലാണെന്ന് പറയണതാണ്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഒരു ആത്മീയ ജീവിതം നിങ്ങൾ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്, ഇതിന് ഒരു പോംവഴി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കുറുക്കുവഴിയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണാനായിട്ട് ഒരു ജ്യോത്സ്യനെയോ ഒരു മന്ത്രവാദിയെയോ സമീപിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ഒരു മൂർത്തിയുടെ അടുത്ത് പോയിട്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് എങ്കിൽ, അതൊരിക്കലും ഒരു ആത്മീയമായ ഒരു ജീവിതം അല്ല. കാരണം ശരിയായ നമുക്കൊരു ആത്മീയമായ ഒരു പുരോഗതി ഉണ്ടാകണത്, ഇപ്പം ഞാൻ ഒരു അദ്വൈത ഒരു സങ്കല്പത്തിൽ ഉള്ള ഒരാളായത് കൊണ്ട് ഞാനതിന് ആത്മീയത അല്ലെങ്കിൽ ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ സാധാരണ ഒരു ദ്വൈതത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ, അത് കൃഷ്ണനാവാം, ശിവനാകാം, ക്രിസ്തുവാകാം, ബുദ്ധനാകാം, ആരുമാകാം. പക്ഷെ നിങ്ങൾ ഏത് മാർഗത്തിൽ നിങ്ങൾ സമീപിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഈശ്വരീയ സങ്കല്പവുമായിട്ട് നിങ്ങൾക്കൊരു സംയോഗം സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ശുദ്ധി നിങ്ങൾക്ക് കൈവരണം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു അശുദ്ധി എന്ന് പറയണത് നമ്മൾ വിചാരിക്കുന്ന ബാഹ്യമായിട്ടുള്ള അശുദ്ധികളല്ല, മറിച്ച്
നമ്മളുടെ ആത്മാവ് ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന സത്യത്തിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന കാലം തൊട്ട് നമ്മളുടെ പ്രവർത്തികൾ മൂലം നമ്മളെ ബാധിച്ചിരിക്കുന്ന കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ, ഈ കർമ്മഫലങ്ങളാണ് ശരിക്കും ഓരോ ആത്മാവിനെയും ആവരണം ചെയ്തിരിക്കുന്ന അശുദ്ധി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സഹജവാസനകളായിട്ട് നമ്മളെ പിടികൂടിയിരിക്കുന്നതും നമ്മളെ ശരിയായിട്ടുള്ള ഈശ്വര പ്രാപ്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നതും അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ ഒരു ആത്മീയ ജീവിതം നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് സഹനം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉപായം തേടി നിങ്ങൾ പരിഹാരക്രിയകൾ ചെയ്യാൻ പോകരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശരിയായ ഒരു ആത്മീയത അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു സംയോഗം അല്ലെങ്കിൽ എന്താ പറയുന്ന മോക്ഷ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലിബറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ് ഇല്ലാണ്ടായി, ഞാൻ എന്നത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി, ഈശ്വരൻ എന്ന പരമസത്യം തന്നെയായിട്ട് നിങ്ങൾ മാറേണ്ടുന്ന ആ ഒരു സ്റ്റേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ അന്വേഷിച്ച് ഇതുപോലെയുള്ള മാർഗങ്ങളിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ വളരെ ശാന്തമായി ആ ഈശ്വരനിലുള്ള ആശ്രയത്വത്തോടു കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങളെ സന്തോഷപൂർവം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ പ്രാർത്ഥിക്കാം. അതുമാത്രമാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളൊരു മാർഗം. പക്ഷെ ഇവിടെ ഈ ആത്മീയ ബിസിനസ് അത് വിപുലപ്പെടുന്നത് ദോഷപരിഹാരം വെച്ചിട്ടാണ്. കാര്യം ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ അതിൻ്റെ വ്യാപിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു 2, 3, 4 ഗുരുക്കന്മാരെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവരൊക്കെ ആക്ച്വലി നമ്മളെടുത്ത് ആദ്യം അവർ നമ്മളെ സമീപിക്കുന്നത് ഏകദൈവം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നീട് അവരെ നമ്മളൊക്കെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അറിയാം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. അവരവിടെ രുദ്രപൂജ നടക്കണു, ഒരു രുദ്രാക്ഷം വിൽക്കണു, നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ആന്തരിക ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഗ്രഹദോഷം മാറാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നടത്തുന്നു. ഇവിടെയൊക്കെ അവർ നിങ്ങളെ ആക്ച്വലി നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷപരിഹാരമാണ് അവർ ആക്ച്വലി നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഈ ദോഷങ്ങൾക്ക് നിങ്ങളൊരു പരിഹാരം ചെയ്യുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിന്ന് ഇത് കുറച്ച് മുന്നോട്ട് നിങ്ങൾ അതിനെ പോസ്റ്റ്പോണ്ട് ചെയ്ത് വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടില്ല. കാര്യം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കർമ്മ സിദ്ധാന്തത്തിനനുസരിച്ചിട്ടാണ്. അതിൻ്റെ കണക്ക് ഒരിക്കലും തെറ്റില്ല. അപ്പം അത് നിങ്ങൾക്കത് ശരിയായ ഒരു ആത്മീയ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷപരിഹാരത്തിനായിട്ട് പോണത്. നിങ്ങൾ ദോഷപരിഹാരം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദോഷപരിഹാരം തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ആത്മീയ പാതയിലല്ല. അതിന് നിങ്ങൾക്ക് ഉപദേശം തരുന്നവരോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരോ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആത്മീയ പ്രവർത്തകരല്ല. അവർ ഈ പറഞ്ഞതുപോലെ ഭക്തിയുടെയോ കേവലമായിട്ടുള്ള ഭക്തിയുടെയോ ഈ പറഞ്ഞ മതത്തിൻ്റെയോ കച്ചവടത്തിൻ്റെയോ ആളുകൾ മാത്രമാണ്. ഇതിപ്പോൾ നമ്മുടെ മാത്രം ഒരു അഭിപ്രായമല്ല. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ഭഗവാൻ രമണ മഹർഷി, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു? ഒടുവിൽ ക്യാൻസർ വന്നിട്ടായിരുന്നു അദ്ദേഹം മരിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ മരിച്ചത് ഒടുവിൽ ക്യാൻസർ വന്നിട്ടാണ്. അപ്പോൾ അവരൊക്കെ പോലും പ്രാരബ്ധ കർമ്മം അവരനുഭവിച്ച് തീരാൻ തയ്യാറായി. അവരൊക്കെ അതുപോലെ ക്രിസ്തു നിരവധി മിറാക്കിൾസ് സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിന് വേണ്ടിയിട്ട് ഒരു മിറാക്കിളും കാണിച്ചിട്ടില്ല.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കുരിശ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ കർമ്മഫലങ്ങളാണ്, നമ്മുടെ സ്ട്രഗിൾസ് ആണ്. അത് നിങ്ങൾ സഹിക്കാൻ തയ്യാറാക്കണം. അത് സഹിക്കാൻ തയ്യാറാകാത്തവന് ഒരിക്കലും ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത് അതാണ്. നിങ്ങൾ ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ച് എങ്ങും ഓടിപ്പോകാതിരിക്കുക. ഓക്കെ. പിന്നീട് നിങ്ങൾ സഹനം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ആത്മാവിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതം അതെന്തായാലും നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ കർമ്മം, ഇതിനെ നിങ്ങൾ സന്തോഷത്തോടു കൂടി, അതിപ്പം നിങ്ങളൊരു ഒരു ആക്രി പറക്കുന്ന ഒരാളായാലും, ഒരു സ്വീപ്പർ ആയാലും, നിങ്ങൾ ഇനിയിപ്പം ഒരു ഹൈ ഒഫീഷ്യൽ ഒരു ബ്യൂറോക്രാറ്റ് ആയാലും, എന്താണോ നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് എന്താണോ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾ ആസ്വദിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കർമ്മം, നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മത്തിനെ ആസ്വദിച്ച് ചെയ്യുക. ഏതൊരു അവസ്ഥയിലും നമ്മൾ ഒരിക്കലും ശപിക്കാതിരിക്കുക. നമ്മൾ നിരന്തരം ശപിക്കും. ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമ്മളത് ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ പറയും, എനിക്കെന്താണ് ഇപ്പോഴും അസുഖം. പിന്നെ ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകും, മെഡിസിൻ എടുക്കും, 2 ദിവസം കഴിയുമ്പോൾ മടുക്കും, എന്നിട്ട് വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രഗിൾസ് എന്ന് പറയണത് ആക്ച്വലി നിങ്ങൾക്ക് ഈശ്വരനിലേക്കുള്ള ഒരു ഓപ്പൺ ഡോറാണ്. അപ്പം നിങ്ങൾ ആക്ച്വലി സന്തോഷത്തോടു കൂടി, പ്രാർത്ഥനയോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ദുരിതങ്ങളെ ആസ്വദിക്കാൻ പഠിക്കുക. അതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. കാരണം ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. നമുക്കിപ്പം നമ്മളൊരു പ്രകൃതിയെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ആത്മീയമല്ലാതെ ജീവിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും, ഇദ്ദേഹം എന്താണിത് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇന്ന് സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ് എന്ന് കരുതുന്ന നമ്മൾ മാത്രമാണ് ആൻറ്റി സ്പിരിച്വൽ ആയിട്ട് ജീവിക്കുന്നത്. കാര്യം, അപ്പം നമ്മൾ കർമ്മ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരോ ബർത്ത് കിട്ടുക. റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യൻ മാത്രമാണ് നമ്മളുടെ ദുരിതങ്ങളെ മാറ്റാനുള്ള ഒരു ഉപായം തേടിപ്പോണത്. വേറെ ഒരു ആനിമൽസും അതിന് ശ്രമിക്കാറില്ല. നാച്ചുറലി അത് നമ്മൾ പറയും ജീവൻ മുക്താവസ്ഥ എന്ന് പറയും. ആക്ച്വലി കാര്യം, നമ്മളൊരു ഉയർന്ന തലത്തിലേക്കൊക്കെ പോകുന്ന യോഗിമാരൊക്കെ അവർക്ക് എന്ത് ഡിസീസ് വന്നാലും അവരതിന് മെഡിക്കേഷൻ എടുക്കില്ല. അതിനവർ അതിനവർ സഹിക്കും. കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയാം അതൊരു കർമ്മയുടെ ഫലമാണ്. അപ്പം ഞാൻ അതിനെ ഇപ്പോഴെന്തെങ്കിലും സൂത്രപ്പണി ചെയ്തിട്ട് ആക്ച്വലി ഒരു അദ്വൈതിയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമ്മളുടെ ആദി ദൈവികമായിട്ടുള്ള ദുരിതങ്ങളെ നമ്മൾ മാറ്റാനായിട്ടാണ് ആക്ച്വലി നമ്മൾ ജ്യോത്സ്യന്മാരെടുത്തോ അല്ലെങ്കിൽ നമ്മൾ ആരാധനാമൂർത്തികളെടുത്തോ ഒക്കെ നമ്മൾ പോവുക. ആദി ദൈവികമായിട്ടുള്ളതിനെ, പിന്നെ ആദി ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ടാണ് സത്യത്തിൽ നമ്മൾ ഡോക്ടർമാരെടുത്ത് പോണത്. 2 കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ
ഒരു ഹൈലി സ്പിരിച്വൽ നേച്ചറിൽ നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അങ്ങ് എന്താണ് പറയണത്, നമുക്ക് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അതൊരു അതൊരു ആത്മീയതയ്ക്ക് വിരുദ്ധമാകുമോ? അങ്ങനെ അല്ല. അത് നമുക്ക് അത് അങ്ങനെ ചെയ്യണമെന്നില്ല. കാര്യം നമുക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാം, ആ ചെയ്യുമ്പം ഉള്ള ഒരു നിലപാടുണ്ട്. കാര്യം ഇപ്പം ജീവൻ മുക്തരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ അവർ രോഗങ്ങളെ പരിഗണിക്കാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ അവർ നടക്കുന്നുണ്ട്. അത് പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഞാൻ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. ഞാൻ എന്നെ സമീപിക്കുന്നവരടുത്ത് മെഡിസിൻ കഴിക്കാൻ പറയും. കാര്യം അതിനകത്ത് ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ടത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മീയതയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഞാൻ അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഒരു ആത്മാവ് ഒരു ശരീരം ധരിക്കുമ്പോൾ അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ഇപ്പം സപ്പോസ് ഒരു മനുഷ്യന് ഒരു കുതിരപ്പുറത്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു വണ്ടി എടുത്ത് ഓട്ടിക്കുമ്പോൾ നമുക്കറിയാം ഒരു 35 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇന്ന കണ്ടീഷൻ ആയിരിക്കണം, ഇതിനകത്ത് ഇത്ര ലിറ്റർ ഫ്യൂൽ ഉണ്ടാകണം, ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പം ശരിക്ക് എൻ്റെ ആത്മാവിന് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ഉദ്ദേശം നിവർത്തിയാക്കണമെങ്കിൽ ഞാൻ ഈ ശരീരം സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അത് സ്പിരിച്വലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാനത് ചെയ്യണത് ഒരിക്കലും എൻ്റെ സഹനം ഒഴിവാക്കാൻ എന്നുള്ളതല്ല. എനിക്ക് എൻ്റെ ബോഡി എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ എനിക്ക് വേണം. സോ ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ പറഞ്ഞു തന്നൊരു പോയിന്റ്, ഈ പ്രകൃതിയിൽ ഫ്രീ വില്ലുള്ള ഒരു ആനിമൽ എന്ന് പറയണത് മനുഷ്യനാണ്. ഇവൻ ഈ ഫ്രീ വിൽ എന്ന് പറയണത്, ഒന്ന് നമുക്ക് ദൈവത്തോളം വളരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ദൈവത്തോളം വളർന്ന് തന്നെ ദൈവമായിട്ട് തന്നെ മാറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്കൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജനിക്കുമ്പോൾ ഉണ്ട്. അതേസമയം നമുക്ക് ഇതിനെ അധപ്പതിച്ച് ഏറ്റവും നീചമായിട്ട് മാറാനും ഉള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ മറ്റുള്ള ആനിമൽസിനായിട്ട് അങ്ങനെ ജനിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഇല്ല. അവർ കൃത്യമായിട്ട് അത് നേച്ചറിൻ്റെ ആ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് വന്ന്, ഇപ്പം ഒരു പക്ഷിയാണെങ്കിൽ അത് നനയേണ്ട മഴ അത് നനയും, കൊള്ളേണ്ട വെയിൽ അത് കൊള്ളും. അപ്പം അത് ആ ദുരിതം അനുഭവിച്ച് അതിൻ്റെ സ്ട്രഗിൾ കഴിയുമ്പോൾ അതിൻ്റെ ലിബറേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ അത് വേറെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേറൊരു ആനിമലായിട്ട് അത് പോവും. അപ്പം ഇവിടെ ശരിക്കും സ്വയം എന്താ പറയുക, അതായത് ആക്ച്വലി നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കും, ഈ ദൈവം തൻ്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, എങ്കിലും അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രത്തോളം ഒരു ശ്രേയസ്കരമായിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നത് ശ്രേയസ്കരമായിട്ടുള്ള ഒരു ജന്മം തന്നെയാണ്. പക്ഷെ ആ ജന്മം നമ്മളെ അധപ്പതിച്ച് പോണത് ഇതുപോലെ നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്, നിങ്ങളിപ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ട്രഗിളിങ്സ്, അതിന് പരിഹാരം അന്വേഷിച്ച് പോകാതിരിക്കുക, അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് താങ്ക്ഫുൾ ആയിരിക്കുക, ഒരിക്കലും നമ്മളിങ്ങനെ കഴ്സ് ചെയ്യാതിരിക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഒബ്സ്റ്റക്കിൾസും മാറിപ്പോകും. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. ഈ സ്ട്രഗിൾസ് വരുന്ന ഏതൊരു വ്യക്തിയെയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അയാളുടെ ഉള്ളിലുള്ള സത്യത്തിൻ്റെ ഒരു കുറവാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും സത്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് പറയുന്നത് നിങ്ങൾക്കൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാര്യം ഞാനിത് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയണത് ഞാൻ കള്ളം പറയാറില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ കള്ളം പറയും, അങ്ങനെ ഇങ്ങനെയെന്നാണ്. സത്യത്തിൽ നിങ്ങൾക്ക്
നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് തിരുത്തുക. അപ്പം പരമാവധി ഈ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞതാണ്. ഞാൻ അതിനൊരു ഫിലോസഫിക്കൽ സൈഡിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ.